നീതിയാകും കവചമേന്തി യാത്ര ചെയ്തിടുവാൻ. യേശുവിനെതിരെ വളരെ ഷാർപ്പായിട്ടുള്ള ഡയറക്റ്റ് അറ്റാക്കാണ് ഇന്ന് നിയമജ്ഞൻ നടത്തുന്നത്. ഒത്തിരി അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നുണ്ട്. സാബത്ത് ദിവസമൊക്കെ അവൻ്റെ പ്രവർത്തനങ്ങൾക്കൊന്നും മുടക്കമൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ കൊണ്ട് ഇപ്പോൾ നിയമജ്ഞനും യേശുവിനെതിരാണ്. അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് യേശുവിനെതിരെ അവരുടെ ആരോപണം ഇറക്കുന്നത്. അത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ പറയുന്നത്. ബെൽസബൂലിനെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആരോപണങ്ങൾക്കും അതീതനാണ് ക്രിസ്തു. അതുകൊണ്ട് ഈ ആരോപണങ്ങളെന്ന് പറഞ്ഞ് വകവയ്ക്കുന്നില്ല. പക്ഷേ ഈ ഒരു ആരോപണത്തിന് ക്രിസ്തു ചില മറുപടികൾ കൊടുക്കുന്നുണ്ട്. അന്ധഛിദ്രമുള്ള ഭവനം തകർന്നു പോവും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ക്രിസ്തുവിനുള്ള സ്ട്രോങ് വേർഡുണ്ട്: പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാവങ്ങളൊന്നും പൊറുക്കപ്പെടുകയില്ല. ആരോപണങ്ങളൊക്കെ നല്ലതാണ്, എല്ലാവരും ആരോപണങ്ങൾ വിധേയരുമാണ്. പക്ഷേ ചില ആരോപണങ്ങൾ അത് എല്ലാ കാലത്തും പ്രശംസിക്കപ്പെടില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ക്രിസ്തു മറുപടി കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാവങ്ങളൊക്കെ എങ്ങനെ പൊറുക്കാനാകും? പ്രിയമുള്ളവരെ, ഇത് വളരെ ആഴമായി റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഭൂമി ഇന്ന് നിലനിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താലാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിനെതിരായിട്ടുള്ളൊരു പ്രവർത്തനം അത് ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ല. അതുണ്ടാകുന്നത് ശരിയുമല്ല, അതൊന്നും പൊറുക്കപ്പെടുക പോലുമില്ല. അങ്ങനെ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാൽ പ്രചോദിതരായവരാണ് ഓരോ ക്രൈസ്തവരും. ജ്ഞാനസ്നാനം സ്വീകരിച്ചത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവരാണ്. ഓരോ കൂദാശകളിലൂടെയും നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ ഒരിക്കലും പിശാചിൻ്റെ പ്രവർത്തനമായി ചേർത്ത് വയ്ക്കരുത്. അത് ഒരു ദൈവിക പദ്ധതിയുടെ തന്നെ എതിർസാക്ഷ്യമായി മാറും. അങ്ങനെ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം ക്രിസ്തുവിനെതിരെ വരുമ്പോൾ ക്രിസ്തുവിന് മറുപടി കൊടുക്കുകയാണ്. എന്താരോപണങ്ങളും ക്രിസ്തു സഹിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനത്തെ ബെൽസബൂലുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തുമ്പോൾ അത് ക്രിസ്തുവിന് അത്ര പിടിക്കുന്നില്ല. ഇത് എല്ലാ കാലത്തും ഉള്ളൊരു വാർണിംഗ് സിഗ്നലാണെന്ന് തോന്നുന്നു. ഒരു കാലത്തും ആത്മാവിനെതിരെ മനുഷ്യർ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. ദൈവിക പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ എതിർസാക്ഷി നൽകാൻ മനുഷ്യർക്ക് അവകാശമില്ല. പരിശുദ്ധാത്മാവാണ് ചൈതന്യത്തിന് ഇടപെടൽ നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് മനുഷ്യരുടെ ഓരോ നാളത്തെയും അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും നയിക്കപ്പെടലിൻ്റെയും അനുഗ്രഹം നൽകുന്നത്. അങ്ങനെ ഒരു യാത്രക്കിടയിൽ ഒരിക്കലും ആത്മാവിനെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ മനുഷ്യർക്ക് അവകാശമില്ല എന്നൊരു ബോധ്യം ദി ഗോസ്പലിലൂടെ ജീസസ് നൽകുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ആഴമായി ചിന്തിക്കണം. ഇന്ന് നമ്മളാരും പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുന്നില്ല. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് തന്നെ ഈ ആത്മാവിനെ സ്വീകരിച്ചിട്ട് ആത്മാവിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനൊരു ചിന്ത ഈ ദിവസം നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ഉള്ളിൽ സ്വീകരിച്ച ആത്മാവിൻ്റെ ചൈതന്യത്തിലൊത്ത് ജീവിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ആ ഒരു ആത്മാവിൻ്റെ ചൈതന്യത്തിൽ ചരിക്കുവാനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ, വരങ്ങളാലും ഫലങ്ങളാലും എന്നെ നിറയ്ക്കണമേ. ഇരുളുമൂടും വഴികളിൽ നീ വെളിച്ചമാകണമേ, തിന്മയെല്ലാം നീക്കി എന്നെ ശുദ്ധനാക്കണമേ. ഇരുളുമൂടും വഴികളിൽ നീ വെളിച്ചമാകണമേ, തിന്മയെല്ലാം നീക്കി എന്നെ ശുദ്ധനാക്കണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ.
ചെയ്തിടുവാൻ പദചലനം വചന വഴിയിൽ മാത്രമാക്കിടണേ. സ്വർഗരാജ്യം ലക്ഷ്യമാക്കി യാത്ര ചെയ്തിടുവാൻ പദചലനം വചന വഴിയിൽ മാത്രമാക്കിടണേ. പരിശുദ്ധാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ. വരങ്ങളാലും ഫലങ്ങളാലും എന്നെ നിറയ്ക്കണമേ. ദാനമാകാൻ പങ്കുവയ്ക്കാൻ ശുദ്ധരായിടുവാൻ നീതിയാകും കവചമേന്തി യാത്ര ചെയ്തിടുവാൻ. ദാനമാകാൻ പങ്കുവയ്ക്കാൻ ശുദ്ധരായിടുവാൻ നീതിയാകും കവചമേന്തി യാത്ര ചെയ്തിടുവാൻ. പരിശുദ്ധാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ. വരങ്ങളാലും ഫലങ്ങളാലും എന്നെ നിറയ്ക്കണമേ. വഴിയിൽ ഞാനലഞ്ഞിന്നേകനാകുമ്പോൾ രോഗശയ്യയിൽ ഞാൻ കിടന്നു പ്രാർത്ഥിച്ചിടുമ്പോൾ. പാപവഴിയിൽ ഞാനലഞ്ഞിന്നേകനാകുമ്പോൾ രോഗശയ്യയിൽ ഞാൻ കിടന്നു പ്രാർത്ഥിച്ചിടുമ്പോൾ. പരിശുദ്ധാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ. വരങ്ങളാലും ഫലങ്ങളാലും എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ. വരങ്ങളാലും ഫലങ്ങളാലും എന്നെ നിറയ്ക്കണമേ.